Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. അതുകൊണ്ട് തന്നെ ഫാർമ എന്ന് പറഞ്ഞ കഥയിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഓണസ്റ്റിയും ജെന്യുവിനിറ്റി ഉണ്ടായിരുന്നു. സോ ദാറ്റ് 100% ഡ്രൂ മീ ഇൻ ടു ദ സ്ക്രിപ്റ്റ്. ഇപ്പോൾ ഈ ലോകം ഈ കാണുന്ന പോലെ നിലനിൽക്കുന്നതിൻ്റെ കാരണം 24 മണിക്കൂറും പണിയെടുക്കുന്ന ഡോക്ടേഴ്സ് നഴ്സസുമാണ്. അതുകൊണ്ടാണ് ഇത് ഡെഡിക്കേറ്റഡ് ടു ദ ഗ്രേറ്റസ്റ്റ് സൂപ്പർ ഹീറോസ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് പാരാമെഡിക്സ് എന്ന് പറഞ്ഞാൽ. I know all these people with their different and actual names. ഇതൊക്കെ ഫിക്റ്റീഷ്യസ് നെയിംസ് ആണ്. ലെജൻഡറി വെബ് സീരീസ് തൊട്ട് ഇങ്ങോട്ട് ആലോചിച്ചാലും നമ്മുടെ പ്ലോട്ട് പോയിന്റ്സിനേക്കാളും കൂടുതൽ അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് എവിടെ വെച്ച് വന്നു, റെസൊല്യൂഷൻ എവിടെ നിന്ന് തുടങ്ങുന്നു എന്നൊക്കെ ആലോചിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലേക്ക് വരെയുള്ള ക്യാരക്ടേഴ്സാണ്. ഒരു കോഫി ഷോപ്പിൽ ഒരു പെൺകുട്ടിയെ കരയിച്ചു എന്നൊരു ചീത്തപ്പേര് എനിക്ക് വേണ്ട എന്നുള്ളത്. സോ അത് അതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് കാരനാണ്. ദാറ്റ് സ്റ്റോറി ഈസ് എൻ ഇമോഷണൽ റോളർ കോസ്റ്റർ. അപ്പം നമ്മൾ ഇന്ന് കാണുന്ന ഒരു വെബ് സീരീസ് നമ്മളതിനെ ട്രാക്ക് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്സ് ഓഫ് പ്രിപ്പറേഷൻ അതിൻ്റെ പുറകെ പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ 2007 എന്ത് ഓൺ എയർ പോകണം എന്നുള്ളത് ഇപ്പോഴും OTTs കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരിക്കും. ഫുഡ് എവിടെ വെക്കണം എന്ന് ചോദിച്ചു. അപ്പോൾ മുത്തൂറിന് ഡയറക്ടറുടെ മുറിയിൽ അല്ല, ഐ സെഡ് ദ റൂം നമ്പർ. അപ്പോൾ അവർ പറഞ്ഞു അവിടെയാണ് ഫുഡ് വെക്കേണ്ടത്, അത് ഡയറക്ടറുടെ റൂമാണ്. മുത്തു പറഞ്ഞാൽ ഞാൻ ഡയറക്ടറുടെ വൈഫാണ്. സത്യം ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഇൻ ലൈഫ് ആസ് വെൽ ആസ് ഇൻ മൈ പ്രൊഫഷണൽ ജേർണി. എൻ്റെ കൂടെയുള്ളവർ എന്നെക്കാളും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ലൈഫിലും അതെ, ഫാർമയിലും അതെ. ഹലോ ആൻഡ് വെൽക്കം എവറിബഡി ടു അവർ ഷോ. ഇന്ന് ടീം ഫാർമയോടൊപ്പമാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലെ പുതിയ വെബ് സീരീസ്. ആൻഡ് ഓഫ് കോഴ്സ് വി ഹാവ് ദ ടീം വിത്ത് അസ്. ദിസ് ഇസ് മിസ്റ്റർ അരുൺ, ദ ഡയറക്ടർ സാബ് ഓഫ് ദ സീരീസ്. മുത്തുമണി, നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ മുത്തുമണി നൗ. ആൻഡ് ശ്രുതി രാമചന്ദ്രൻ, ഷീ ഈസ് പ്ലേയിങ് എ വെരി പിവറ്റൽ റോൾ ഇൻ ദ സീരീസ്. ആൻഡ് മെയിൻ കാസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ പേരൊന്നും വന്നിട്ടില്ല. ബട്ട് ലെറ്റ് മീ മെൻഷൻ ദാറ്റ് നിവിൻ പോളി ഈസ് പ്ലേയിങ് ദ പ്രൈമറി ക്യാരക്ടർ. അതല്ലാതെ മെയിൻ കാസ്റ്റ് എന്ന് പറയുന്നത് രജത് കപൂർ എന്നുള്ളൊരു ഐ തിങ്ക് ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹമാണ് അതിനകത്തെ തുടക്കത്തിലെ സീൻ തന്നെ അദ്ദേഹത്തിൻ്റെ ആണല്ലോ. അപ്പോൾ പ്ലീസ് ടെൽ മീ അരുൺ, ഞാൻ ആദ്യം അരുണിനോട് ചോദിക്കട്ടെ, കാരണം ഒരു തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ആൾ, അരുൺ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെ ഡ്രീം ഓപ്പർച്യൂണിറ്റിയാണ് ഇദ്ദേഹമായിട്ടൊന്ന് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഈ രജിത് കപൂറിനെ അപ്രോച്ച് ചെയ്തതും ആ ഒരു ഐഡിയ വന്നതും എങ്ങനെയാണ്? എൻ്റെ ഡോക്ടർ രാജീവ് റാവ് എന്നൊരു ഡോക്ടറുടെ ക്യാരക്ടറാണ് രജിത്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ രാജീവ് റാവിൻ്റെ റൂട്ട്സ് കേരളത്തിലല്ല, കേരളത്തിൻ്റെ പുറത്തുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ കേരളത്തിൻ്റെ പുറത്തുള്ള ഒരാളെയിലേക്ക് കാസ്റ്റ് ചെയ്താലെന്ന് ആലോചിക്കുകയും രജിത് കപൂറിൻ്റെ പേരിലേക്ക് വരികയും ചെയ്തു. എത്രയോ വർഷമായിട്ടുള്ള ആഗ്രഹമാണ് രജിത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടൊരു സ്ക്രിപ്റ്റ് വന്നു, മാച്ചിങ് ആയിട്ടൊരു ക്യാരക്ടർ വന്നു. അങ്ങനെ രജിത്തിനെ അപ്രോച്ച് ചെയ്ത് ഈ ഹോൾ സ്റ്റോറി കേട്ടു, സ്ക്രീൻ പ്ലേ കേട്ടു, ആൻഡ് ഹീ സെഡ് യെസ്. എന്നിട്ട് ആദ്യം ചെയ്തത്, പുള്ളി എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, ഞാൻ ഡയലോഗ് പഠിച്ചിട്ട് ഇതിൽ അഭിനയിക്കുള്ളൂ എന്ന്. ഓക്കെ. എന്നിട്ട് എവറി 2 days മലയാളം ട്യൂഷൻ. എൻ്റെ ഡയറക്ഷൻ ടീമിൽ അർജുനുണ്ട്. അർജുൻ്റെ വക മലയാളം ട്യൂഷൻ വീഡിയോ കോൾ വെച്ചിട്ട് 1 മണിക്കൂർ മലയാളം പഠിക്കൽ. അപ്പോൾ ഈ മലയാളം അറിയാത്ത ഒരാളെ പഠിപ്പിക്കും. ഇപ്പം ഞങ്ങൾ തന്നെ ആലോചിച്ച് ഇതൊരു സിലബസ് ഉണ്ടാക്കണമല്ലോ എന്നുള്ളത്. അപ്പോൾ സ്ക്രിപ്റ്റ് മാത്രമല്ല, പുള്ളി ലാംഗ്വേജിൻ്റെ പങ്ക്ച്വേഷൻസ് എങ്ങനെയാണ്, നമ്മുടെ മലയാളത്തിൻ്റെ ചില മുക്കലും മൂളലും ഒക്കെ എൻ്റെ അർത്ഥം മാറ്റുമല്ലോ. അങ്ങനെ പുള്ളി ഇരുന്ന് എൻ്റെ ഡയലോഗ് പഠിച്ചിട്ട് പ്രോംപ്റ്റിംഗ് ഇല്ലാതെയാണ് ഫാർമയിൽ അഭിനയിച്ചത്. അടിപൊളി. അഫ്കോഴ്സ് ഞങ്ങൾ ഡബ് ചെയ്യിച്ചു അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. പക്ഷെ പ്രോംപ്റ്റിംഗ് ഇല്ലാതെ മലയാളം മുഴുവൻ പഠിച്ചിട്ടാണ് അദ്ദേഹം വന്നത്. അയ്യോ, രജിത് കപൂർ അറ്റ് വർക്ക്, അത് കാണൽ തന്നെ ഒരു ആനന്ദമായിരുന്നു. വി ഹാഡ് ലൈക്ക് 1 or 2 scenes together. അപ്പം ചെറിയ സീൻസ് ആയിരുന്നു, ബട്ട് ആ ചെറിയ സീൻസിൽ തന്നെ സാർ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വാസ് ഇൻക്രെഡിബിൾ. അത് കൂടാതെ പിന്നെ സെറ്റിൽ കേൾക്കുന്ന കഥകളുണ്ടാവുമല്ലോ. അപ്പോൾ സാറിൻ്റെ കൂടെ ഷൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും അടുത്ത ദിവസം വരുമ്പോൾ അരുൺ വെരി എക്സൈറ്റഡ്ലി ഹീൽ ഷോ ദ സീൻസ്. ഞാൻ ഇന്നലത്തെ സീൻ ഒന്ന് കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഹീൽ ഷോ ദ സീൻ. ആൻഡ് like an artist whose work you can just keep looking at. എനിക്കും സാറായിട്ടുള്ള ജസ്റ്റ് 1 കോമ്പിനേഷൻ സീനേ ഉള്ളൂ. ഞാൻ ഈ അരുൺ പറഞ്ഞു തുടങ്ങിയ പോയിന്റിലും ഇൻ്റർവ്യൂവിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ പറഞ്ഞത് ഓർത്ത് ദ വെരി ഓപ്പണിംഗ് സീൻ. അപ്പോൾ ഒരു 1 day എന്താണ് അത് ചാർട്ട് ചെയ്തിട്ടുള്ളത്. അത് ഇച്ചിരി വേറൊരു സ്പേസിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ സ്പേസ് അധികം ഷൂട്ടിന് കൊടുക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ കോൺടാക്ട്സ് ഒക്കെ വഴി അവർ അപ്രോച്ച് ചെയ്തതാണ്. അപ്പോൾ ഐ കോൾ ഹിം അപ്പ് അറൗണ്ട് 2 o'clock 3 o'clock എൻ്റെ അയറിനെ തീരാറായോ പറഞ്ഞ സമയത്ത് ഇറങ്ങുമെന്ന്. അപ്പോൾ അരുൺ ഇസ് ലൈക്ക്, മുത്തേ 1.5 മണിക്കൂർ കൊണ്ട് ആ മൊത്തം സീൻ തീർന്നു. ആൻഡ് ഐ ലൈക്ക് ദ വെരി ഓപ്പണിംഗ് സീൻ. ഹി വാസ് സോ പ്രിപ്പയർഡ്, വെൽ പ്രിപ്പയർഡ്. ഇവർക്ക് ആക്സസിന് എത്ര വേണമെങ്കിലും അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അരുൺ ഈസ് ലൈക്ക് തീർന്നു, വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് പോർഷൻ. അപ്പം നെക്സ്റ്റ് പോർഷൻ ലൊക്കേഷനോ അത് നമ്മളിപ്പോൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഫാർമയുടെ മൊത്തത്തിലുള്ളൊരു ബ്യൂട്ടി ഓൾവേസ് അങ്ങനെയായിരുന്നു. ഒത്തിരി സ്പേസസ് കവർ ചെയ്തുകൊണ്ട് പലപ്പോഴും വളരെ ഓർഗാനിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള പല കണ്ടന്റുകളും സീക്വൻസുകളും
ലൊക്കേഷൻ ബേസിസിലാണെങ്കിലും ഒക്കെയും. അപ്പം ഈ രജത്ത് പോലുള്ള ആക്ടേഴ്സിൻ്റെ പ്രിപ്പറേഷൻ, ഹൗ ആക്ച്വലി നമ്മളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്, ഫുൾ ഡേ പ്ലാൻ ചെയ്ത സാധനം ടക്കേന്ന് പറഞ്ഞിട്ട് ദേ ലൈക്ക് 2 o'clock ആയപ്പോഴത്തേക്കും ദേ ഫിനിഷ് ദ എൻറ്റയർ തിങ്. ഇവിടെ നിന്ന് അവിടെ വരെ ട്രാവൽ ചെയ്ത് സാധനം തീർത്തു, ദേ ആർ ലൈക്ക് ഡൺ. ഈ എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് ഇറ്റ്സ് ഫാക്ട് വളരെ ഹോട്ടായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നമ്മുടെ ലൈഫുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ്, വിച്ച് ഇസ് ദ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി അറ്റ് ലാർജ് ആൻഡ് ഓഫ് കോഴ്സ് മെഡിസിൻസ്, ഡോക്ടേഴ്സ്, അത് സോ കോൾ സെയിൽസ്മെൻ ഹു ആർ ദ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കണ്ണി എന്ന് പറയുന്നത് ലിങ്ക് ബിറ്റ്വീൻ എവറിഥിങ്, പേഷ്യൻസും ഡോക്ടേഴ്സും എല്ലാമായിട്ട്. ഈ ഒരു സബ്ജക്റ്റിലേക്ക് എത്താനുള്ള കാരണം എന്താണ് അരുൺ? ആൻഡ് ഇതൊരു ഇപ്പം നമ്മൾ വെബ് സീരീസിൻ്റെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ കണ്ടന്റ് അല്ല. അരുൺ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽസൊക്കെ കോട്ടും സൂട്ടും ഇടുന്നവരാണ്. അതുകൊണ്ടായിരിക്കും കുർത്തയിട്ടിരിക്കുന്നത്. ഇത് ഞാൻ തിരിച്ചറിയുന്നത്, ഞാൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തതാണ്. എൻ്റെ ആദ്യത്തെ ജോലി, മൈ ഫസ്റ്റ് എംപ്ലോയ്മെൻറ്റ്, ഞാൻ തൃശ്ശൂർ നഗരത്തിൽ പെട്ടിയുമായി വന്നിറങ്ങുന്നത് ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ്. അന്ന് എൻ്റെ കമ്പനി വാസ് എ വെരി നൈസ് കമ്പനി ടു വർക്ക് വിത്ത്. ഞാൻ നേരിട്ട് കണ്ട പല കമ്പനികളും, ഞാൻ നേരിട്ട് കണ്ട പല സെയിൽസ് റെപ്സും എന്തുമാത്രം അൺഎത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസ് ആണ് നടത്തുന്നത് ഞാൻ നേരിട്ട് കണ്ടിരുന്നു. അപ്പോൾ അന്നോട്ട് എഴുത്തുണ്ട്, അന്നോട്ട് ഇത് കഥയായിട്ട് ഞാൻ ലോകത്തോട് പറയുമെന്ന് ഉറപ്പിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു ലോങ് ഫോർമാറ്റ് സ്റ്റോറി ടെല്ലിങ്ങിന് അവസരം കിട്ടിയപ്പോൾ ദിസ് ഇസ് വൺ യൂണിവേഴ്സ് ദാറ്റ് ഐ വാണ്ടഡ് ടു എക്സ്പ്ലോർ ആൻഡ് എക്സ്പോസ്. അതിൻ്റെ കാരണം മനുഷ്യൻ അവൻ്റെ ഏറ്റവും നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന സ്ഥലം ആശുപത്രിയാണ്. നിസ്സഹായ അവസ്ഥയിൽ എന്തും പറഞ്ഞാൽ കേൾക്കും. ഞാൻ വിറ്റിരുന്നൊരു ആൻറ്റിബയോട്ടിക്കിന് അന്ന് 700 രൂപയുണ്ട്, അതേ ആൻറ്റിബയോട്ടിക് 20 രൂപയ്ക്കും ഉണ്ട്. അത് ആ സെയിൽസ്മാൻ്റെ സ്കില്ലും ആ ബ്രാൻഡിങ് അനുസരിച്ച്. അപ്പോൾ ചോദ്യങ്ങൾ വരും, മാനുഫാക്ചറിങ് ക്വാളിറ്റി ഒന്നാണോ അല്ലയോ എന്നുള്ളതൊക്കെ. ഒരുപാട് വേരിയബിൾസ് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ച് ഡോക്ടർ ദൈവത്തിൻ്റെ തൊട്ട് താഴെയാണ്, ദൈവമാണ്, പറയുന്ന മരുന്ന് വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. അൺക്വസ്റ്റ്യനബിൾ ആണ് മരുന്ന്. അപ്പോൾ എന്നാൽ ഇതിനെ ഒരു ഭയങ്കര ഗൗരവമുള്ള, ഒരു ഭയങ്കര ത്രില്ലറായിട്ടോ ഇൻറ്റൻസായിട്ടോ ഒന്നുമല്ല. KP വിനോദ് എന്നൊരു സെയിൽസ് റെപ്പ്, ആ KP വിനോദിൻ്റെ 20കളിലും 30കളിലും ഒക്കെ ആയിട്ട് അദ്ദേഹം ആ ക്യാരക്ടർ കാണുന്ന വിവിധ ആളുകൾ, അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പ് അവരുമായിട്ട് കുറേ ഇൻസ്റ്റൻസസ്, അങ്ങനെ ഒരു KP വിനോദിൻ്റെ ജീവിതം പറയുന്ന കഥയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫാർമയാക്കി. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇൻഫർമേഷനൊക്കെ പറയാൻ വേണ്ടി പറയുന്നതായിരിക്കും, ഒരിക്കലല്ലോ. ഇതൊരു കഥയാണ് KP വിനോദിൻ്റെ. അതിൻ്റെ പശ്ചാത്തലം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവൻറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും സമ്മാനം കൊടുത്തിട്ടുണ്ടാവുന്ന ഒരു ടാൽക്കം പൗഡർ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ കമ്പനിക്കെതിരെ 38,000 ക്യാൻസർ ലോസ്യൂട്ട്സ് ഉണ്ട്. വെറുതെ ഗൂഗിൾ ചെയ്താൽ മതി, ക്യാൻസർ ലോസ്യൂട്ട്സ്, ബേബി ടാൽക്കം പൗഡർ എന്നൊക്കെ. ആ കമ്പനി ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒരു പ്രശ്നവും ഇല്ലാതെ നിയമത്തെ അവർ പോരാടിക്കൊണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട മരുന്നുകളുടെ ലിസ്റ്റ് എന്തുകൊണ്ട് നിരോധിക്കപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ഇവിടെ അപകടകരമായ രീതിയിൽ ഇൻ്റർവെൻഷൻ ആവശ്യമുള്ളൊരു മേഖലയാണ്. ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിലയുടെ ഇടപെടലിൽ കേരള സർക്കാർ ഇവിടെ സ്വന്തമായിട്ട് മെഡിസിൻസ് മാനുഫാക്ചർ ചെയ്യുന്നൊരു സർക്കാർ ഇവിടെയുണ്ട്. പക്ഷെ അതൊക്കെ ഫാർ അവേ ഫ്രം വാട്ട് വി ആക്ച്വലി നീഡ് എന്നുള്ളതാണ്. ആക്ച്വലി ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആണ്, നമ്മൾ മുഴുവൻ കാണുന്നില്ല ആക്ച്വലി എന്താ നടക്കുന്നതെന്ന്. ഇപ്പോൾ ബിഫോർ ഐ കം ടു നിവിൻ പോളി, നിവിൻ ആണല്ലോ KP വിനോദ് പെർഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് വളരെ മനോഹരമായിട്ട്, ഇൻഫാക്ട് ഒരു ഈസോടെയാണ് ആ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നതും ആ ക്യാരക്ടറായിട്ട് മാറിയതും. ദാറ്റ് ഇസ് വാട്ട് ഐ ഫൗണ്ട് ബ്യൂട്ടിഫുൾ അബൌട്ട് ഹിസ് പെർഫോമൻസ് ഹിയർ. ബട്ട് ഐ വുഡ് ലൈക്ക് ടു കം ടു ഡോക്ടർ ജാനകി. ഡോക്ടർ ജാനകിയുടെ അടുത്ത് എത്താനുള്ള കാരണം എന്താണ്? ആൻഡ് എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് അബൌട്ട് ഡോക്ടർ ജാനകി ദാറ്റ് മെയ്ഡ് യു അപ്രോച്ച് ഹർ, ആൻഡ് ഹൗ ഡിഡ് യു സീ ഹിസ് സ്റ്റോറി ടെല്ലിംഗ് ഓർ ഹിസ് സ്ക്രിപ്റ്റ്? സാറിനെ ഞാൻ മീറ്റ് ചെയ്യുന്നത് is 5-6 years back. He came to narrate another story to me. അപ്പോൾ അത് ആദ്യമായിട്ട് we met in Panambali Nagar. അപ്പോൾ ഇത് last few interviews it's something that I said, but I will keep saying it because I think Arunde ഏറ്റവും വലിയ ടാലൻറ്റ് ആസ് എ ഡയറക്ടർ ഇസ് ഹിസ് സ്റ്റോറി ടെല്ലിംഗ് കേപ്പബിലിറ്റി. അപ്പോൾ അവിടെ പനമ്പള്ളി നഗറിൽ ആ കോഫി ഷോപ്പിൽ I met him at the pretext of hearing a one line, ആ കഥയുടെ ഒരു one line. പക്ഷെ അരുൺ പറഞ്ഞു തുടങ്ങിയത് I'm like very sorry, എനിക്ക് മൊത്തം കഥ കേൾക്കണം. ആൻഡ് he came prepared because he knew that he's ആ ഒരു ടാലൻറ്റ് ഉണ്ട് എന്നുള്ള ഒരു ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്നു. So he came with the script and all that. എന്നിട്ട് 3 മണിക്കൂറാണ് ആ കോഫി ഷോപ്പിലിരുന്നിട്ട് ആദ്യമായിട്ടാണ് സോ ദിസ് ഇസ് എ ഡയലോഗ് അരുൺ ടോൾഡ് മീ, ഒരു കോഫി ഷോപ്പിൽ ഒരു പെൺകുട്ടിയെ കരയിച്ചു എന്നൊരു ചീത്തപ്പേര് എനിക്ക് വേണ്ട എന്നുള്ളത്. സോ അത് അരുണിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് കാരനാണ്. ആ
ദാറ്റ് സ്റ്റോറി ഈസ് എൻ ഇമോഷണൽ റോളർ കോസ്റ്റർ. അപ്പോൾ അതങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. ഐ നെവർ ക്രൈഡ് ഇൻ എ കോഫി ഷോപ്പ്. താങ്ക് യു അരുൺ ഫോർ ദാറ്റ്. അപ്പം അന്നാണ് ഞാൻ അരുണിനെ പരിചയപ്പെടുന്നത്. ആ സമയത്ത് ഹി ഹാഡ് ടോൾഡ് മീ ദാറ്റ് എനിക്ക് ഇങ്ങനത്തെ 2-3 പ്രോജക്ട്സ് ഉണ്ട്, 2-3 പ്രോജക്ട്സിന് ഒരു 1 ലൈൻ ചുമ്മാ. He was just talking. Anna he had spoken to me about pharma. I'd never forgotten about it, but it was just at the back of my head because this was a project which I was hoping that would get on board. And then 3 കൊല്ലം മുന്നേ he came to me and he said, I would like to narrate another script to you. I said, great. And then he came home. And it was the same process, you know. It was a 3-hour long narration. It was an incredibly beautiful narration, and it was like we said, it's about the pharmaceutical industry നെ കുറിച്ചാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് അവിടുന്ന് ഉള്ള അറിവുണ്ട്, പക്ഷേ അത് അരുണിൻ്റെ ലിവ്ഡ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഈ കഥ പറയുമ്പോൾ അരുണ് അതിനെക്കുറിച്ചുള്ള നോളജ് ആൻഡ് അവയർനെസ് വാസ് incredible. It was an encyclopedia on its own. അപ്പോൾ അതിൽ നിന്ന് അരുൺ കട്ട് ആൻഡ് ചൂസ് ചെയ്ത് ചില കാര്യങ്ങൾ പറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാർമ എന്ന് പറഞ്ഞ കഥയിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഓണസ്റ്റിയും ജെന്യുവിനിറ്റി ഉണ്ടായിരുന്നു. സോ ദാറ്റ് 100% drew me into the script. And every character, ഇത് യെസ് ഡോക്ടർ ജാനകി excited me to no end, but every character in the series had such a beautiful arc during his narration that you know, you want to know what happens to Nivin's character or Rajat's character, or Veena's character. I'll talk about it later. Please ask me about her character. So you really want to live through them. So then അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ് കിട്ടിയോണ്ട് തന്നെയാണ് ഫാർമ ചെയ്തത്. And also കഥ narrate ചെയ്യാൻ വന്നപ്പോൾ കൃഷ്ണേട്ടൻ was there. Krishnettan is a producer, and Krishnettan is also a gem of a person. So it was a culmination of the story, the cast and crew and all of it. ആ ക്യാരക്ടർ ഡോക്ടർ ജാനകി ശരിക്കും മനസ്സിന് പെട്ടെന്നൊന്നും മായൂല. നേരത്തെ അരുൺ പറഞ്ഞ മാതിരി ഒരിക്കൽ ക്യാരക്ടറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ രൂപത്തിലൊന്നും അങ്ങനെ പറയരുത്. സ്പോയിലർ ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ദാറ്റ് റിയലി സ്ട്രക്ക് യു അബൌട്ട് ദ സ്റ്റോറി ഫോർ ബോത്ത് ഓഫ് യു, മുത്തു ആൻഡ് My favorite character is Janaki in this. Because a woman excelling in her career is having, a particular woman is facing extra hurdles than the rest. And she is an excellent gynecologist. Dr. Janaki is an excellent gynecologist. And why she is excellent is not just because she is great with the medicine she is prescribing or she is great with her patients, but because of her character, her commitment, and her humanity, her persona, everything put together. അപ്പം ഈ കഥ നീ പറഞ്ഞ പോലെ ഉണ്ടായി വരുന്ന എല്ലാ ഘട്ടങ്ങളിലും ഒരു കംപ്ലീഷൻ നമുക്ക് തോന്നുന്ന ഒരാളാണ് ജാനകി എന്ന് പറയുന്നത്. കെ.പി. വിനോദ് ഓഫ് കോഴ്സ് ഭയങ്കര രസമുള്ള ഒരു ബ്യൂട്ടിഫുൾ ആർക്കിൽ കൂടെ കടന്നു പോകുന്ന ഒരു പ്രൊട്ടഗോണിസ്റ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കെ.പി. വിനോദ് എന്ന് പറയുന്നത്. നിവിൻ പ്ലേ ആൻഡ് എക്സലൻറ്റ്, എന്താ പറയുക, എക്സലൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിൽ കണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ കണ്ടിരുന്നതിനേക്കാൾ എന്തോ ഒരു 10 മടങ്ങ് ബെസ്റ്റ് വേർഷനിലാണ് അത് വന്നിട്ടുള്ളത് ഓൺ സ്ക്രീൻ ബൈ ദ വേ നിവിൻ ഈസ് പെർഫോമിങ്. ജാനകിയുടെ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്തരത്തിൽ നമുക്ക് അയ്യോ ജാനകിക്ക് ഇതാകാമായിരുന്നു അല്ലെങ്കിൽ ജാനകി അങ്ങനെ ചിന്തിക്കാമായിരുന്നു, അങ്ങനെ ഒരു ഘട്ടത്തിലും നമുക്ക് തോന്നാത്ത രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഷീ ഈസ് കംപ്ലീറ്റ്. ആൻഡ് വെൻ ഐ റെഡ് ഇറ്റ് ഐ സോ മൾട്ടിപ്പിൾ എഡിറ്റഡ് വേർഷൻസ് ആൻഡ് ഷീ ഈസ് ഈ പറഞ്ഞ പോലെ നാം വായിച്ചതിനേക്കാളും ഒത്തിരി മേലെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ. ഈ ഡോക്ടർ ജാനകിയായിട്ട് ശ്രുതി വരുന്നതിൽ ഒരു പ്രധാന ഘടകം, ഡോക്ടർ ജാനകി എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന ആ നാട്ടിലെ ഏറ്റവും ലവബിൾ ഡോക്ടറാണ്. നേരിട്ട് അതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലേ? അല്ല, ശ്രുതി എല്ലാവർക്കും ഇഷ്ടമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട്, ശ്രുതിയെ എല്ലാവർക്കും ഇഷ്ടമാണ്. അസൂയോടുകൂടി നോക്കിയപ്പോ എന്ന് വെച്ചാൽ ഈ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആളുകൾ പറയുന്ന പോലെ ആണ്, എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിലർ ഏത് തമാശക്കും ചിരിക്കും, എല്ലാത്തിനും യെസ് പറയും, സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കും, അഭിപ്രായം പറയേണ്ടടുത്ത് അഭിപ്രായം പറയും, നോ പറയേണ്ടടുത്ത് നോ പറയും, എല്ലാം പറയുകയും ചെയ്യും. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എവ്രി വൺ ലൈക്സ് ശ്രുതി. അത് എങ്ങനെയാണ് ആ ബാലൻസ് എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതൊരു ഭയങ്കര സ്കില്ലല്ലേ? അപ്പോൾ ഡോക്ടർ ജാനകിയായിട്ട് ശ്രുതി ചേർന്ന് നിൽക്കുന്ന ഒരുപാട് എലിമെൻറ്റ്സ് ഉണ്ട്. വേഷി ഇനി ഈ ഡോക്ടർ ജാനകി എല്ലാവരോടും പെരുമാറുന്നത് ഇതിൻ്റെ അകത്ത് സീനുകളിൽ കാണിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ഏറ്റവും വലിയ ഡോക്ടറോടാണെങ്കിലും സിഇയോടാണെങ്കിലും അവിടെയുള്ള ഡിഫറെൻറ്റ് സോഷ്യൽ സ്ട്രാറ്റയിലുള്ള ആളുകളോട് പെരുമാറുന്നത് ജസ്റ്റ് ലൈക്ക് ശ്രുതി. എല്ലാവരോടും ഒരേ സ്വീറ്റ്നെസ് ആണ്. ഈ ആളുകളുടെ മറ്റേ എന്ത് ചെയ്യുന്നു, ജോലി എന്താന്ന് കേട്ടിട്ട് ബഹുമാനം, അങ്ങനെയല്ല ശ്രുതി.
She behaves the same way to every human being. വെരി ട്രൂ. ഞാൻ കാസ്റ്റിങ്ങിനെ കുറിച്ച് വേറൊരു കാര്യമാണ്, കുറേ സർപ്രൈസ് എലിമെന്റ്സ് ഉണ്ട്. നമ്മളുടെ ഇപ്പോൾ സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന ബിനു പപ്പു, ബിനു ഹാസ് ഡൺ ഹിസ് ക്യാരക്ടർ റിമാർക്കബ്ലി വെൽ. കുറേ സർപ്രൈസ് എലിമെന്റ്സ് ഇനിയും വരാനുണ്ട്. ഞാനൊരു 3rd 4th എപ്പിസോഡ് വരെ കണ്ടിട്ടുണ്ട്. ആ ഒരു ബേസിസിലാണ് പറയാം. പക്ഷെ ഇനിയും കുറേ ക്യാരക്ടേഴ്സ് വരാനുണ്ട്. ബട്ട് കാസ്റ്റിംഗിൽ Nivin was a coup because Nivin, as it is, I don't think he has done web series before. So it is his first web series. So what was that meeting with Nivin like and how did it translate? നിവിന് ഈ കഥ കേൾക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നിവിനെ കണ്ട് ഈ കഥ മുഴുവൻ പറഞ്ഞപ്പോൾ നിവിൻ നല്ല അപ്ഡേറ്റഡ് ആണ് ലോകത്തെ വെബ് സീരീസുകൾ ഇതൊക്കെ. അപ്പോൾ ഈ ലോങ് ഫോർമാറ്റ് സ്റ്റോറി ടെല്ലിംഗ് നിവിന് ഇഷ്ടമുള്ളൊരു സമയമാണ്. അപ്പോൾ നിവിൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോഴേ നിവിന് മനസ്സിലായി വൈ ദിസ് ഇസ് ലോങ് ഫോർമാറ്റ്, എന്തുകൊണ്ടാണ് ഇത് വെബ് സീരീസ് ആയിട്ട് പറയുന്നത് എന്ന് നിവിന് കൃത്യമായിട്ട് കിട്ടി. അപ്പോൾ സ്റ്റോറി കഴിഞ്ഞും ഹോൾ എപ്പിസോഡുകൾ സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ച് കേട്ടപ്പോൾ തന്നെ നിവിന് യെസ് പറഞ്ഞു. കാരണം നിവിൻ ഈ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ സെയിൽസ്മാൻ ആണ് KP വിനോദ്. ഒരു വലിയ എന്താ പറയുക ആൽഫ ഹീറോ ഒന്നുമല്ല, സാധാരണ ഒരു മനുഷ്യൻ, ഒരു അത്ഭുതങ്ങളും കാണിക്കാത്ത ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പോൾ സാധാരണ ഒരു സെയിൽസ്മാൻ. അപ്പോൾ അങ്ങനെ ഒരു കോമൺ റോള് ചെയ്യാനായിട്ട് നിവിനും ഭയങ്കര ആഗ്രഹിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഈ സ്ക്രിപ്റ്റ് എത്തുന്നത്. ഈ ലവ് ദ ക്രൂ എല്ലാവരും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നിവിൻ ഓൺ ബോർഡ് വരികയായിരുന്നു. മാത്രമല്ല ഇതിനകത്ത് പല ടൈം ലൈനിൽ കഥ പറയുന്നുണ്ട്. അപ്പം നിവിൻ്റെ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നിവിൻ്റെ കുസൃതിയും ചിരിയേ ഇല്ലാത്തൊരു ഏജും നമ്മൾ ഒരുപാട് ചിലർ നമ്മൾ കാണാറില്ല. ഭയങ്കര ആവേശത്തിലൊരു ഇൻഡസ്ട്രിയിൽ വരും, കുറച്ച് നേരം കഴിഞ്ഞ് അതൊന്നും ഇല്ലാതെ ചിരിയില്ലാതെ നമ്മൾ കാണും. ചില അലുമിനി മീറ്റിന് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും, പക്ഷേ എന്ത് ചിരിച്ച് കളിച്ച് നടന്ന ആളെ ഇപ്പം എന്താ ഒരു ചിരിയില്ലാത്ത. ഇങ്ങനൊരു ട്രാൻസിഷനൊക്കെ ഈ ക്യാരക്ടറിൻ്റെ ജേണിയിൽ വന്നു പോകുന്നുണ്ട്. ഇത് മനോഹരമായിട്ട് നിവിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് സർപ്രൈസിംഗ് ആയിട്ടുള്ള കാസ്റ്റ് തോന്നിയത് വീണയാണ്. കാരണം വീണ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരിക്കുന്ന കഥാപാത്രത്തിൽ നിന്ന് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ദർ ഈസ് എൻ എഡ്ജിനെസ് ടു ദാറ്റ് ക്യാരക്ടർ. എന്നാൽ ഞാൻ കണ്ടെടുത്തോളം ഫുൾ ക്യാരക്ടർ റിവീലും ആയിട്ടില്ല. സോ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ 2-3 പീപ്പിൾ ഹു ആർ വെരി സർപ്രൈസിങ് ഇൻ ഇറ്റ്. Can you reveal? അതിനകത്ത് ഇവരുടെ കോമ്പിനേഷൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി വന്നിട്ടുണ്ട്. എസ്പെഷ്യലി വീണയും നിവിനുമായിട്ടുള്ള കോമ്പിനേഷൻ. അതുപോലെ ഇതിനകത്ത് ശ്രുതി ജയൻ അഭിനയിക്കുന്നുണ്ട്. ശ്രുതി ജയനും നിവിനുമായിട്ടുള്ള കോമ്പിനേഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ ഭയങ്കര ഹിലേരിയസ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഇതിനകത്ത് ബിനു പപ്പു നിവിൻ്റെ സീക്വൻസുകളാണ്. ഐ എം ക്വൈറ്റ് ഷുവർ പീപ്പിൾ വിൽ ലവ് ഇറ്റ്. അതുപോലെ സാഫ് ബോയ് ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്യാരക്ടർ മഷൂദ് എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിവിനും മഷൂദുമായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ട്. എല്ലാവർക്കും നിവിനുമായിട്ടാണ് കോമ്പിനേഷൻ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് KP വിനോദിൻ്റെ ലൈഫ് ജേണി ആയതുകൊണ്ട് KP വിനോദ് ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഓരോ ക്യാരക്ടേഴ്സാണ് ലൈഫ് ജേണിയിൽ. എല്ലാവർക്കും നിവിനുമായിട്ടാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഉള്ളത്. അശ്വതി, സിദ്ധാർത്ഥ്, അങ്ങനെ ഒരു വലിയ കാസ്റ്റ് അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ അകത്ത് ഒരു നേഴ്സിൻ്റെ ക്യാരക്ടറാണ്. സിദ്ധാർത്ഥ് കാച്ചി എന്നൊരു ക്യാരക്ടറാണ്. ആലേഖ് കപൂർ ഇതിൻ്റെ അകത്ത്. സോ കുറേ ആൾക്കാരുണ്ട്. ഇതിൻ്റെ വെബ് സീരീസ് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ അരുൺ സിനിമകളാണ് ചെയ്തിട്ടുള്ളത്, തിയേറ്റർ ചെയ്തിട്ടുണ്ട്. വെബ് സീരീസിൻ്റെ ഫോമാറ്റിലേക്ക് വരുമ്പോൾ വലിയ ചേഞ്ചസ് ആയിരിക്കുമല്ലോ നമ്മുടെ അപ്രോച്ചിൽ വേണ്ടത്. ആൻഡ് ഒരു വ്യക്തി ഒരു 8 എപ്പിസോഡ് ഹുക്ക് ചെയ്തിരുത്തുക എന്ന് പറയുന്നത് അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. ഐ തിങ്ക് ഇറ്റ് ഈസ് ഈവൻ മോർ ഡിഫിക്കൽട്ട് ദാൻ തിയേറ്റർ. കാരണം തിയേറ്ററിൽ ഒന്നും ഇല്ലെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ഇല്ല. 3 മണിക്കൂർ ആ വ്യക്തി അകത്ത് തന്നെയുണ്ട്. ഹിയർ അത് മൾട്ടിപ്പിൾ ഡിസ്ട്രാക്ഷൻസിൻ്റെ ഇടയ്ക്കൂടെ പിടിച്ചിരുത്തണം. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. ഈ റൈറ്റിംഗ് പ്രോസസ്സിനെ കുറിച്ചൊന്ന് പറയുമോ? ഭാര്യയും ഭർത്താവും, ബൈ ദ വേ ഇത് ആദ്യമായിട്ടാണ് ഒരു ഭാര്യയും ഭർത്താവും ഇൻ ഫോക്കസിൽ വന്നിരിക്കുന്നത് ഒന്നിച്ചിട്ടോ. ഇൻ കേസ് യു ഡിഡ്ന്റ് നോ ദേ ആർ എ കപ്പിൾ, ദേ ഹാവ് എ ചൈൽഡ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അറിയാത്ത കാര്യം. ആൻഡ് ദേ ആർ ലൈക്ക് ഇതിപ്പോ എന്താ ഇങ്ങനെ ഒരു ഫോർ ദ പാസ്റ്റ് സോ മെനി ഇയേഴ്സ് വി ആർ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഫൈനൽസിന്റെ ഷൂട്ടിന്റെ സമയത്ത് മുത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നു. അപ്പൊ ഫുഡ് എവിടെ വെക്കണം എന്ന് ചോദിച്ചു. അപ്പൊ മുത്ത് പറഞ്ഞു ഡയറക്ടറുടെ മുറിയിൽ. റൂം നമ്പർ. അപ്പൊ അവരെ പറഞ്ഞു അവിടെയാണ് ഫുഡ് വെക്കേണ്ടത്, അത് ഡയറക്ടറുടെ റൂമാണ്. മുത്ത് പറഞ്ഞു ഞാൻ ഡയറക്ടറുടെ വൈഫാണ്. പിന്നെ ആൾക്കാർക്ക് ഇപ്പൊ ചോദിക്കാനും മടിയായിരിക്കും, സംശയങ്ങളുണ്ട്. ഭാര്യ തന്നെയാണോ അതോ? ബട്ട് നിങ്ങളുടെ റൈറ്റിംഗ് പ്രോസസ് എങ്ങനെയാണ്? വെറുതെ പറയാലോ മുത്തു, ഐ എം ഷുവർ ബിക്കോസ് ഇത് അരുൺ ഞങ്ങളുടെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അരുൺ വർക്ക് ചെയ്തിരുന്ന സ്ഥലമാണ് ഫാർമ. അപ്പൊ ഈ പറയുന്ന കഥകളെല്ലാം എനിക്ക് വളരെ ഫെമിലിയർ ആണ്. അപ്പം അരുൺ ഈ കഥ എഴുതണം ഏറ്റവും ആഗ്രഹിച്ചിട്ടുള്ള ആളൊരു പക്ഷെ ഞാനാണ്. സോ ഐ നോ ഓൾ ദീസ് പീപ്പിൾ വിത്ത് their different and actual names. ഇതൊക്കെ ഫിക്ടീഷ്യസ് നെയിംസ് ആണ്. വിത്ത് their different and actual names വെച്ചിട്ട് കഥാപാത്രങ്ങളെ അറിയും എന്നുള്ളതല്ലാണ്ട്
വാട്ട് ഈസ് ഫാർമ ഇസ് അബ്സല്യൂട്ട്ലി ഹിസ് വർക്ക്. ഇങ്ങനെ ഓരോ കാണുമ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാണ്ട് ബിക്കോസ് ആസ് ഐ ഓൾവേസ് ഇതിന്റെ ബീജാവസ്ഥ തുടങ്ങി ലൈക്ക് ഹൗ ഇറ്റ് ഇസ് ഫോം റൈറ്റ് നോ അതറിയുന്നു എന്നുള്ളതല്ലാണ്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഹിസ് വർക്ക്. How does it work? ഇൻവോൾവ് ആയ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൻ്റെ സ്ക്രിപ്റ്റ് ആയിരിക്കും. ഷീസ് ലൈക്ക് റൈറ്റിംഗ് മൈ ലൈഫ്. ദാറ്റ്സ് ദ സ്ക്രിപ്റ്റ് ദാറ്റ് ഷീസ് ഇൻവോൾവ് ഇൻ. Absolutely. The way that I am, the person that I am, that's the script that she's writing actually. ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നില്ല മുത്തു? ഇല്ലാത്തോണ്ട് ഇറ്റ്സ് ഫൈൻ. മോനുണ്ടെങ്കിൽ നമ്മുടെ അമ്മ നോ ടച്ചിങ്, മാറി നിൽക്കും. Such a beautiful thing to say. He knows how to floor women. Yes. That is a very loaded yes. Green forest. But having said that, ഇതിൻ്റെ നമ്മൾ വെബ് സീരീസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് യു ആർ ഓൾസോ എ ടീച്ചർ ആൻഡ് ഫോർ യു ഓൾസോ വെബ് സീരീസ് എഴുതി പരിചയമുള്ള ഒരു റൈറ്ററും കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ബിക്കോസ് ബോത്ത് ഓഫ് യു ആർ റൈറ്റേഴ്സ് മുത്തു യു ഓൾസോ റൈറ്റർ, വാട്ട് ഇസ് ദ ഒരു കാണുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് വരണം എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് വാട്ട് ആർ ദ തിങ്സ് ഐ ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് ഒരു വെബ് സീരീസിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ? നിങ്ങൾ 3 പേരും പറയണം ഇതിനുത്തരം. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് വെബ് സീരീസ് ഒന്ന് ചുമ്മാ ആലോചിച്ച് നോക്കാം. അതിപ്പോൾ ടോപ്പ് 10 ഇൻ ദ വേൾഡ് ഗ്രേറ്റ് ലെജൻഡറി വെബ് സീരീസ് തൊട്ട് ഇങ്ങോട്ട് ആലോചിച്ചാലും നമ്മുടെ പ്ലോട്ട് പോയിന്റ്സിനേക്കാളും കൂടുതൽ അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് എവിടെ വെച്ച് വന്നു, റെസൊല്യൂഷൻ എവിടെ നിന്ന് തുടങ്ങുന്നു എന്നൊക്കെ ആലോചിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലേക്ക് വരിക ക്യാരക്ടേഴ്സാണ്. ബ്രേക്കിംഗ് ബാഡ് ആലോചിച്ച് നോക്കുക, ഗെയിം ഓഫ് ത്രോൺസ് ആലോചിച്ച് നോക്കുക, വെസ്റ്റ് വേൾഡ് ആലോചിച്ച് നോക്കുക. നമുക്കെല്ലാം അതിൻ്റെ ക്യാരക്ടേഴ്സിന് വരും, ക്യാരക്ടേഴ്സിൻ്റെ ആർക്ക് വരും. മൾട്ടിപ്പിൾ ക്യാരക്ടർ ആർക്സ് ആണ് വെബ് സീരീസിൻ്റെ ഒരു പ്രത്യേകത. നല്ല വെബ് സീരീസുകളുണ്ട്, ദ ബെസ്റ്റ് വെബ് സീരീസുകൾ. അപ്പോൾ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ്, അവരുടെ ജേണി, അതിൻ്റെ ഒരു സൈക്കോളജി എന്താ വെച്ചാൽ ക്യാരക്ടറിൻ്റെ കൂടെ കുറച്ച് ദൂരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർക്ക് എന്ത് പറ്റിയെന്ന് അറിയണം എന്നുള്ളത് നമ്മുടെ ഒരു ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റാണ്. നമ്മൾ കാലങ്ങൾക്ക് ശേഷം കല്യാണത്തിന് കസിൻസിനെ കാണുമ്പോൾ അവനെവിടെ, ഇവനെവിടെ, അവളെവിടെ, ഇവിടെ കോളേജിൽ ആരെ കണ്ടാലും അവനെവിടെ, അവളെവിടെ എന്നാണ് നമുക്ക് അറിയേണ്ടത്. നമ്മുടെ ഒരു ബേസിക് ഒരു ഇൻസ്റ്റിങ്ക്റ്റിൽ വരുന്നതാണ്. സോ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ കുറച്ച് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാതിരിക്കില്ല. എൻ്റെ എത്രയോ ഫ്രണ്ട്സിന് എനിക്കറിയാം അവർക്ക് ഇഷ്ടമല്ലാത്ത വെബ് സീരീസുകൾ അവർ സീസൺ 2, 3, 4 ഒക്കെ കാണുന്നത്. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ ചോദിച്ചു, അല്ല എന്താ പറ്റിയെന്ന് അറിയണ്ടേ, ഈ കുട്ടി പാരീസിലെത്തി എന്ത് പറ്റിയെന്ന് അറിയണ്ടേ, ഈ കുട്ടി പാരീസിൽ എവിടെ എത്തിയെന്ന് അറിയണ്ടേ. അപ്പോൾ അറിയണം പാരീസിൽ ആ കോഫി ഷോപ്പിൽ ആൾക്ക് എന്ത് പറ്റി, ഇയാൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി കാണും. അപ്പോൾ മാർക്ക് ഓഫ് എ ഗുഡ് വെബ് സീരീസ് ഇസ് ഓൾവേസ് ദ ക്യാരക്ടേഴ്സ്. ഹൗ ആ ക്യാരക്ടറിൻ്റെ ഒരു ജേണി എങ്ങനെയാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ. That is so true. I'm so invested in the characters in the web series. Yes. സിനിമയിലെ ക്യാരക്ടർ ഇൻവെസ്റ്റഡ് അല്ല എന്നുള്ളതല്ല, സിനിമയിലും ക്യാരക്ടർ ആർക്ക് വേണം. പക്ഷെ നമ്മൾ സിനിമയിൽ എത്ര പേരുടെ ക്യാരക്ടർ ആക്കിൻ്റെ കൂടെ ട്രാവൽ ചെയ്യും? യൂഷ്വലി പ്രൊട്ടഗണിസ്റ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു ആൻറ്റഗണിസ്റ്റിൻ്റെ കൂടെ. ആൻറ്റഗണിസ്റ്റിൻ്റെ ആർക്ക് അത്രയും നന്നാണെങ്കിൽ പ്രൊട്ടഗണിസ്റ്റിൻ്റെ ഓട്ടോമാറ്റിക്കലി കൂടുതൽ നന്നാവും, സിനിമ ഭയങ്കര വർക്ക് ആവുകയും ചെയ്യും. പക്ഷേ വെബ് സീരീസിൽ ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യും. അത് ഈ വെബ് സീരീസ് റൈറ്റിങ്ങിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആയവരും ഇതിനെക്കുറിച്ച് അറിയാത്തവരൊക്കെയാണ് OTTസിലുള്ളവരൊക്കെ. ഇതൊരു ലോങ് പ്രോസസ്സാണ് ഈ റൈറ്റിംഗ് എന്നുള്ളത്. ഒരുപാട് ഡ്രാഫ്റ്റുകൾ എഴുതി ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ബൗൺസ് ചെയ്യും, വീട്ടിൽ ബൗൺസ് ചെയ്യും, OTTസിൽ ബൗൺസ് ചെയ്യും. ദ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഇസ് ദ ലോങ്ങസ്റ്റ് പ്രോസസ്സ്. ഈവൻ ഫിലിം മേക്കിങ്ങിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലം അതാണ്. ഷൂട്ടിലൊക്കെ നമ്മൾ ഒരു ആർമിയുണ്ട് നമ്മളെ സഹായിക്കാൻ. എഴുത്തിൻ്റെ സമയത്ത് ആരുമില്ല, അസ് ആൻഡ് ദ ലോൺലി നൈറ്റ്സ്. എഴുതി ഇത് ശരിയാവോ ഇല്ലയോ എന്നൊക്കെ ആലോചിച്ച്. അപ്പോൾ വെബ് സീരീസിൻ്റെ സമയത്ത് അങ്ങനത്തെ ഒരു പിന്നെ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഒരു വേൾഡ് ബിൽഡിങ് കുറേ കൂടെ വെബ് സീരീസിനകത്ത് നടക്കും. പിന്നെ മലയാളം വെബ് സീരീസ് അതിൻ്റെ പ്രാരംഭ ബേബി സ്റ്റെപ്സ് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ബജറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ ഈ നാഷണൽ വെബ് സീരീസിൻ്റെയൊക്കെ ഒരു എപ്പിസോഡിൻ്റെ ബജറ്റ് പോലും ഇല്ല നമ്മുടെ മൊത്തം വെബ് സീരീസ്. Really? ഈ ബജറ്റ് വെച്ച് ഇതിനു മുമ്പ് ഇവിടെ ബ്രില്യൻ വെബ് സീരീസ് ഉണ്ടാക്കിയ ഫിലിം മേക്കേഴ്സിനെ, റൈറ്റേഴ്സിനെയും നമ്മൾ ഇതിനേക്കാൾ എത്രയോ കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്യണം. മലയാളത്തിൽ ഉഗ്രം വെബ് സീരീസുകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ വളരെ ചെറിയ ബജറ്റിൽ നിന്നാണ് ഈ ക്വാളിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. സോ വി ആർ ജസ്റ്റ് ടേക്കിംഗ് ബേബി സ്റ്റെപ്സ് മലയാളം വെബ് സീരീസ്. ശ്രുതി തമിഴിലും വർക്ക് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ അബൌട്ട് വെബ് സീരീസ് വിസ് റൈറ്റിംഗ് ഫോർ സിനിമ? In terms of writing, we did a Telugu web series for Hotstar itself. അപ്പോൾ റൈറ്റിംഗിൻ്റെ ബേസിസിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. When you look at, we have done a short format in Tamil, which is Ilama Edo Edo, long format cinema in Malayalam, and web series. അപ്പോൾ മൂന്നും we thought was very different. അപ്പോൾ അൻ പറഞ്ഞ മാതിരി തന്നെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് is the major
ആസ്പെക്റ്റ് അതിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് തെലുങ്കിലെ വെബ് സീരീസ് വാസ് എ ക്യാരക്ടർ വിത്ത് OCD. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുറേ ആൻഡ് ഇറ്റ്സ് എ കോമഡി റൊമാൻറ്റിക് ജോണറാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ കുറേ ഇങ്ങനത്തെ ന്യൂആൻസസ് ആഡ് ചെയ്യാം ക്യാരക്ടറിലാണെങ്കിലും. അതിൽ 5-6 വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ദോസ് ക്യാരക്ടേഴ്സ് ഇപ്പോൾ ബിക്കെയിം വെരി ഇമ്പോർട്ടൻറ്റ് കാരണം ഇറ്റ്സ് എ ലോങ് ഫോമാറ്റ് ആൻഡ് ദേ ഓൾ ആഡ് ടു ദ സ്റ്റോറി. അപ്പോൾ എനിക്ക് തോന്നിയത് some scripts demand a long format like a web series to do true justice to it. അത് സിനിമയാക്കി മാറ്റാൻ പറ്റില്ല എന്നൊന്നുമില്ല, പക്ഷേ ജസ്റ്റിസ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ലോങ് ഫോമാറ്റ് ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ എനിക്ക് തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, സോ ഇൻ വെൻ ഇറ്റ് കംസ് ടു റൈറ്റിംഗ്. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ even though web series long format writing, each episode should be a hook point. So avada there is some kind of short format that's involved. So it is very challenging. ഇങ്ങനത്തെ ഒരു കഥ വേണം താനും, പക്ഷേ ഹുക്ക് പോയിന്റ്സും വേണം. സോ ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ നോട്ടിസ്ഡ് ആൻഡ് വിച്ച് ഐ ഫൈൻഡ് വെരി എക്സൈറ്റിംഗ് വെൻ യു റൈറ്റ്. എനിക്ക് ഐ തിങ്ക് ആസ് എ പേഴ്സൺ ഐ ലൈക്ക് ഷോർട്ട് ഫോമാറ്റ് ഇങ്ങനത്തെ വെബ് സീരീസ് ബിക്കോസ് ഐ ലൈക്ക് വർക്കിംഗ് ഓൺ ദ മൈക്രോ. അങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യല്. പക്ഷെ ആസ് എൻ ആക്ടർ അങ്ങനെ വ്യത്യാസം ഒന്നും തോന്നിയിട്ടില്ല. ബിക്കോസ് എല്ലാം ഷൂട്ട് ചെയ്തപ്പോൾ ഐ മീൻ സിനിമയാണെങ്കിലും വെബ് സീരീസ് ആണെങ്കിലും ഷൂട്ട് ചെയ്തത് വാസ് ഐ ഡോണ്ട് ഫൈൻഡ് എ ഡിഫറൻസ്. ഓഫ് കോഴ്സ് ടെക്നിക്കലി ഡിഫറൻസസ് ഉണ്ടാവും. And Muthu, ഈ ഹുക്ക് പോയിന്റ് എന്ന് പറയുന്നത് സോ ക്രൂഷ്യൽ അല്ലേ? വാട്ട് ഷീ മെൻഷൻ, യു വാണ്ടഡ് ടു ആഡ് സംതിങ്? നോ, ആക്ച്വലി എനിക്ക് ആ ക്രിയേറ്റീവ് സൈഡിനേക്കാൾ കൂടുതൽ ഞാൻ പേഴ്സണലി ഒബ്സർവ് ചെയ്തിട്ടുള്ള ഡിഫറൻസ് ആസ് എ IPR കൺസൾട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ദിസ് ഇസ് എ വേ ലോങ്ങർ ജേർണി compared to film. What did you see as a consultant? IPR consultant. I do consultancy for filmmakers, more particularly associated with OTTs and production houses. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ഹൗസിൽ ഒരു സിനിമ പിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ജേർണി ഉണ്ട്, ലൈക്ക് സോ മച്ച് ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ സോ മച്ച് ഓഫ് മന്ത് എന്നൊക്കെ ഉള്ളത്. ബട്ട് ദ ജേർണി വിത്ത് ആൻ OTT ഈസ് വേ ലോങ്ങർ. അതൊരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയുടെ പ്രത്യേകതയല്ല, ദാറ്റ്സ് ഹൗ ദ ഇറ്റ്സ് ഫങ്ഷനിങ് ഗ്ലോബലി. അപ്പം നമ്മൾ ഇന്ന് കാണുന്ന ഒരു വെബ് സീരീസ് നമ്മളതിനെ ട്രാക്ക് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്സ് ഓഫ് പ്രിപ്പറേഷൻ അതിൻ്റെ പുറകെ പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ 2007 എന്ത് ഓൺ എയർ പോകണം എന്നുള്ളത് ഇപ്പോഴേ OTTsന് കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ജേർണി അല്ലെങ്കിൽ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ലോങ്. അപ്പോൾ ഈ കാലയളവിൽ നമ്മളുടെ മുറയിൽ പിടിച്ച് നിർത്തുക, നമ്മളുടെ വർക്കിലത്തെ കറക്ഷൻസ് പുറത്തുനിന്ന് ആൾക്കാർ സജസ്റ്റ് ചെയ്യുമ്പോൾ അതെടുക്കാനുള്ളൊരു റിസെപ്റ്റീവ്നെസ്, ഇതെല്ലാം വളരെ വ്യത്യസ്തമാണ്. നമ്മളൊരു സിനിമയിൽ നമ്മളൊരു കഥ ഒരു 5 പേരടിക്ക് ബൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു സുഹൃത്ത് വലയത്തിൽ നമ്മൾ ബൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ദിസ് ഇസ് ബീങ് മോണിറ്റേർഡ്, സ്ക്രൂട്ടണി അതെല്ലാം നടത്തുന്ന പല സെക്ഷനിൽ നടക്കും. എ ക്രിയേറ്റീവ് ടീം വുഡ് ബി ഡൂയിങ് ഇറ്റ്, എ ലീഗൽ ടീം വുഡ് ബി ഡൂയിങ് ഇറ്റ്. കാരണം ഇതിന് എന്തെങ്കിലും ലീഗൽ സെറ്റ് ബാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെരി ലെസ് ലൈക്ലി ഇറ്റ് വിൽ ഗെറ്റ് ഇൻ ടു ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. അപ്പം നമ്മൾക്ക് ഒരു ക്രിയേറ്റീവ് ജേർണിയിൽ നിൽക്കുന്ന ആൾക്ക് ഇത്തരത്തിലുള്ള ഫീഡ്ബാക്കുകൾ, കറക്ഷൻസ് വരുമ്പോൾ ഇറ്റ്സ് എ ടഫ് ജേർണി ടു ഹാൻഡിൽ ഇറ്റ്. അല്ലെങ്കിൽ അപ്പം ഞാൻ പലപ്പോഴും എൻ്റെ ക്ലൈൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ അരുണല്ല കേട്ടോ, കാരണം എന്താ വെച്ചാൽ അരുണിൻ്റെ വർക്കിൽ ഐ ഓൾസോ ഗെറ്റ് വെരി ഇമോഷണലി കണക്റ്റഡ്. അപ്പം ഞാൻ അരുണിൻ്റെ വർക്ക് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഡിറ്റാച്ച്ഡ് ആയിട്ട് മാറി നിൽക്കും. അപ്പം അതല്ലാതെ നമുക്ക് പല റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ എൻ്റെ ഇടയ്ക്ക് ഈ സബ്ജക്റ്റ് പറയുന്ന സമയത്ത് ഞാൻ പറയും, ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ് വിത്ത് ദ കറക്ഷൻസ് ദേ ആർ സേയിങ്. നിങ്ങൾക്ക് പറ്റുന്ന കറക്ഷൻസ് എന്തൊക്കെയാണെന്ന് എൻ്റെ ഇടയ്ക്ക് പറയൂ, ഐ വിൽ പുട്ട് അക്രോസ് ഇറ്റ് ടു ദെം. കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഈ ആർട്ടിസ്റ്റ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, കുറച്ചും കൂടെ വേരിയേഷൻസ് ഉള്ള മൈൻഡാണ്. ഒരു മറ്റേ അനലിറ്റിക്കൽ മൈൻഡ് ആയിരിക്കില്ല. ക്രിയേറ്റീവ് മൈൻഡ് ഇസ് ഡിഫറെൻറ്റ്, അനലിറ്റിക്കൽ മൈൻഡ് ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പം റൈറ്റിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ക്രിയേഷൻ പ്രോസസ്സ് ഓഫ് ആൻ OTT വർക്ക് അല്ലെങ്കിൽ വെബ് സീരീസ് അല്ലെങ്കിൽ ലോങ് ഫോർമാറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ലോങ് ജേർണി കമ്പയർഡ് ടു ഫിലിംസ്. ആൻഡ് ആക്ച്വലി ടെസ്റ്റ് യുവർ റിസർവ്സ് ഇൻ എവറി പോസിബിൾ വേ. നമ്മുടെ കൂടെ ആരെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലൈഫിൽ കൂടെ ആരെന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊഫഷൻ നമ്മുടെ ജേർണിയിൽ. ഇപ്പോൾ എൻ്റെ പ്രൊഡ്യൂസർ കൃഷ്ണൻ സേതുകുമാർ ഇതിനു മുമ്പും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രം ഡേ വൺ, ദ മൊമെൻറ്റ് ഐ മെറ്റ് ഹിം ആൻഡ് ഐ നരേറ്റഡ് ദ സ്റ്റോറി, ട്രിവാൻഡ്രത്ത് ഒരു കോഫി ഷോപ്പിൽ വെച്ച് കൃഷ്ണേട്ടനെ കണ്ണ് നിറഞ്ഞ് കഥ കേട്ടിട്ട് അന്ന് മുതൽ ഈ മൊമെന്റ് വരെ ഞാനും കൃഷ്ണേട്ടനും ഒരുമിച്ച് ഈ ജേണിയിൽ ഉണ്ട്. എൻ്റെ ഡയറക്ഷൻ ടീം, എൻ്റെ കൂടെ ഉണ്ണി, അഖിൽ, ഒരുപാട് പേരുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ അന്ന് വർക്ക് ചെയ്തതിൻ്റെ ഷൂട്ടിംഗ് സമയത്തുള്ളവരും ഇപ്പോഴും എൻ്റെ കൂടെ തുടരുന്നവരും ഒക്കെ ഒരു പറച്ചിലുണ്ടല്ലോ, ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഡെസ്റ്റിനേഷൻ ആണോ ജേണി ആണോ എന്നുള്ള ക്വസ്റ്റ്യന് കിട്ടുന്ന മറുപടി രണ്ടും അല്ല, കമ്പനിയാണ്. സോ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് എത്ര ലോങ്ങർ ജേണി ആണെങ്കിലും നമ്മുടെ കൂടെ ആരുണ്ട് എന്നുള്ളതാണ്. അതിൽ സത്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ് ഇൻ ലൈഫ് ആസ് വെൽ ആസ് ഇൻ മൈ പ്രൊഫഷണൽ ജേണി. എൻ്റെ കൂടെയുള്ളവർ എന്നെക്കാളും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്.
ലൈഫിലും അതെ, ഫാർമയിലും അതെ. ഞാൻ ഈ ഫാർമയിലേക്ക് തന്നെ വരുമ്പോൾ എനിക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ ഞാൻ കണ്ടപ്പോൾ ഒരു വ്യൂവർ എന്ന നിലയ്ക്ക് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഫീൽ ചെയ്തത് ഇത് ഒരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റ് തന്നെയാണ്. ഡിസ്ക്ലെയിമറൊക്കെ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഡിസ്ക്ലെയിമറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും പലവരുടെ റോ നെർവ് ടച്ച് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റാണ്. ആൻഡ് പലർക്കും റിലേറ്റബിൾ, അതായത് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ നമ്മൾ എത്രയോ അനുഭവങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ, അതുമൊക്കെ ആയിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ളൊരു സംഭവം കൂടിയാണ്. അപ്പോൾ കുറേ പേരുടെ അടുത്ത് ഫിംഗേഴ്സ് പോയിന്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ നമുക്ക് കുറേ പേഴ്സണൽ ദുഃഖങ്ങളുള്ള എക്സ്പീരിയൻസസും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കോൺട്രവേഴ്സി ജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കട്ട്സ് ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ വിചാരിക്കുന്ന കണ്ടന്റ് നമുക്ക് പുട്ട് ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ലിമിറ്റേഷനോ പേടിയോ ആങ്സൈറ്റിയോ ഉണ്ടായിരുന്നോ ആസ് എ മേക്കർ? ഇല്ല, പേടിയോ ആങ്സൈറ്റി ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 38,000 ക്യാൻസർ ലോസ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ, ആ കുട്ടികളെയും പാരൻസിനെയും കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട്. ജീവിതത്തിലെ പല സാഹചര്യത്തിലും എൻ്റെ വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും വളരെ ക്രൂഷ്യലായ ക്രിട്ടിക്കലായ ഹെൽത്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടിക്കാലം തൊട്ട് ഞാൻ ആശുപത്രി കയറി ഇറങ്ങാറുണ്ട്. എൻ്റെ ചൈൽഡ്ഹുഡ് കോർ മെമ്മറീസിൽ ആശുപത്രിവാസം ഉള്ളതാണ്. ഞാൻ അത്രയും ആശുപത്രി ബൈസ്റ്റാൻഡറായിട്ട് ഇരുന്നിട്ടുണ്ട്, പേഷ്യൻ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. ഹോസ്പിറ്റൽ വിസിറ്റ്സ് എന്നെ പഠിപ്പിച്ചൊരു സാധനം, ഏത് കൊലകൊമ്പനും അവസാനം കാണാൻ പോകുന്ന വിഷ്വൽ ഫാനും ICUയുടെ ബീപ്പുമാണ്. അവിടുത്തെ അത്രയും നിസ്സഹായരായ മനുഷ്യർ നമ്മൾ എവിടെയും കാണില്ല. അവരുടെ മുഖം ഇടയ്ക്കിടയ്ക്ക് ഓർക്കും. ഒരു പേടി ഇന്നവരെ തോന്നിയിട്ടില്ല. കട്ട് പറയുന്നവർക്ക് പേടിയുണ്ടാവും, പക്ഷെ ഷൂട്ട് ചെയ്ത് എനിക്ക് പേടിയില്ല. അതിൻ്റെ കാരണം ഇത് ആർക്കും അറിയാത്തതല്ല. ഞാനിത് കണ്ടിട്ട് ഏതെങ്കിലും ഒരു കമ്പനിക്ക് ദേഷ്യം വരും. നമുക്കെപ്പോഴും അങ്ങനെയൊക്കെ പേടി. നമ്മളിപ്പോൾ ഒരു നാട്ടിൽ ഒരാൾക്കെതിരെ, ഇതങ്ങനെയല്ല, ഇത് ഇങ്ങനെയായി മാറിക്കഴിഞ്ഞ സിസ്റ്റം. സോ ഐ എം സ്പീക്കിംഗ് അഗെയിൻസ്റ്റ് ദ ഹോൾ സിസ്റ്റം ആൻഡ് ഐ എം നോട്ട് പോയിൻറ്റിങ് ഔട്ട് എനി വൺ പർട്ടിക്കുലർ പേഴ്സൺ. ഇങ്ങനെ ഒന്നുമല്ല. പിന്നെ ഈ കഥ പറഞ്ഞിരിക്കുന്നത് ഡോക്ടേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിലൂടെയാണ്. ഡോക്ടേഴ്സാണ് ഇതിനെതിരെ പോരാടുന്നത്. നമ്മളിപ്പോൾ ഈ ലോകം ഈ കാണുന്ന പോലെ നിലനിൽക്കുന്നതിൻ്റെ കാരണം 24 മണിക്കൂറും പണിയെടുക്കുന്ന ഡോക്ടേഴ്സ് നഴ്സസുമാണ്. അതുകൊണ്ടാണ് ഇത് ഡെഡിക്കേറ്റഡ് ടു ദ ഗ്രേറ്റസ്റ്റ് സൂപ്പർ ഹീറോസ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്, പാരാമെഡിക്സ് എന്ന് പറഞ്ഞാൽ. ഈ കോവിഡ് വന്നപ്പോഴേ എല്ലാവരും അടച്ച് വീട്ടിലിരുന്നില്ലേ, എല്ലാവരും ആരാധനാലയങ്ങൾ വരെ ആരുമില്ലാതെ നമ്മൾ കണ്ടല്ലോ. ആ സമയം ആശുപത്രിയിൽ പണിയെടുത്ത് ജീവൻ പണയം വെച്ച് പണിയെടുക്കുകയായിരുന്നു ഡോക്ടേഴ്സും നഴ്സസും. സോ നമ്മൾ കണ്ടു ഈ സൊസൈറ്റിയുടെ പിരമിഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്രൊഫഷൻ ഏതാണെന്ന് കണ്ടൊരു ജനറേഷനാണ് നമ്മൾ. ഈ ഡോക്ടേഴ്സ് ഈ പോരാട്ടം നടത്തുന്നവരാണ്. ഇപ്പം ഈ സിനിമ, ഈ വെബ് സീരീസ് ചെയ്തത് സത്യത്തിൽ ഒന്നുമല്ല. നമ്മുടെ എന്തുകൊണ്ടോ നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും ഗ്ലോറിഫൈഡ് ആയ പ്രൊഫഷനിൽ ഒന്നാണ് സിനിമ, വെബ് സീരീസ് എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ്. അല്ല, ഈ പോരാട്ടം നടത്തുന്ന യഥാർത്ഥ ഫൈറ്റേഴ്സ് ഇവിടെ ഉണ്ട്. നമുക്ക് അവരുടെ പേരറിയാത്തതുകൊണ്ട് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഇവിടെ ഉണ്ട്. സോ അവർക്ക് ഇത്രയും വലിയ ലൈഫ് റിസ്ക് ചെയ്ത് പണിയെടുക്കാമെങ്കിൽ ഈ ചെറിയ പരിപാടിയാണ് പേടിക്കാനുള്ളത്? ഒരിക്കലും. ഡോക്ടർ ജാനകി കൈകാര്യം ചെയ്തപ്പോൾ ഡോക്ടർ ജാനകിയുടെ ഹുക്ക് എന്തായിരുന്നു ഫോർ യു? വാട്ട് ഇസ് ഇറ്റ് that you had, the first thing you wanted to nail about Dr. Janaki? Dr. Janaki is a gynecologist. അപ്പോൾ എൻ്റെ അമ്മുമ്മ ഡോക്ടർ ചന്ദ്രവല്ലി is also a gynecologist. So ഇത് കഥ പറഞ്ഞപ്പോൾ that was not Ammuma was not the first person who came into my mind because I was so invested in the story. പിന്നെ obviously you're thinking about your character and you're wondering, okay, how? And then I'm like, why Ammuma is there? You know, and Ammuma, Ippo, she's not with us, but when like during my years growing up, അമ്മുമ്മ ഒരു ഭയങ്കര ഇൻറ്റഗ്രൽ പാർട്ടായിരുന്നു എൻ്റെ ലൈഫിൽ. മൈ ഗ്രാൻഡ് പേരൻസ് വർ. അപ്പോൾ അമ്മുമ്മയ്ക്ക് കിട്ടിയ ആ ഒരു സ്നേഹവും ഇപ്പോഴും ചെന്നൈ പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും യുനോ പീപ്പിൾ ബി ലൈക്ക്, അയ്യോ ഡോക്ടർ ചന്ദ്രവല്ലി ഡെലിവേർഡ് മീ, അല്ലെങ്കിൽ ഡോക്ടർ ചന്ദ്രവല്ലി ഡെലിവേർഡ് മൈ ചിൽഡ്രൻ എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് ഒരു ജോയ് ഉണ്ടല്ലോ. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ ദേ ഹാവ് എ ഡിഫറെൻറ്റ് likability, they have a different aura, they are so kind, they are so gentle എന്ന് നമുക്ക് തോന്നിപ്പോവും. Achan has told me that Ammuma was not a സുഖിപ്പിക്കുന്ന kind of doctor. She was very straightforward, but she'd make you like just her presence ഒരു ഭയങ്കര calming ആയിട്ടുള്ള presence ആയിരുന്നു. അപ്പോൾ അതായിരുന്നു when you go to her clinic. പിന്നീട് പുറത്ത് കാണുമ്പോൾ അയ്യോ ഡോക്ടർ ചന്ദ്ര, ഷി വാസ് ദ മോസ്റ്റ് ലവബിൾ, അങ്ങനത്തെ ഒരു ഡിമീനർ ആയിരുന്നു. അപ്പോൾ ആ ഒരു എസെൻസ് ഐ വാണ്ടഡ് ടു ബ്രിങ് ഇൻ ടു ഡോക്ടർ ജാനകി. അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങൾ വാസ് എ ട്രൂ ഹുക്കിംഗ് പോയിന്റ്. ആൻഡ് സ്റ്റോറി വാസ് എ ബിഗ്ഗസ്റ്റ് ഹുക്കിംഗ് പോയിന്റ്. നമ്മളിപ്പോൾ പല തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഫിലിം മേക്കേഴ്സിൽ നിന്നും ആർട്ടിസ്റ്റിനും ഒക്കെ
വരാറുണ്ട് അബൌട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ദി ആഡ്വെൻറ്റ് ഓഫ് സോഷ്യൽ മീഡിയ ഒരു തരത്തിൽ നമ്മുടെ ഹ്യൂമാനിറ്റിയെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് ഇങ്ങനെ ഫ്രാഗ്മെൻറ്റ്സ് ആക്കി കൊണ്ടുപോകുന്ന ഒരു സ്റ്റേറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ when you talk about making a content, whether it is long format or short, does that play on your mind? ഞാൻ ഈ ചെയ്യുന്ന കാര്യം ഷുഡ് ലീവ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആൻഡ് ഷുഡ് നോട്ട് ഡിറ്റീരിയറേറ്റ് സിറ്റുവേഷൻസ് ഫർദർ എന്നുള്ളൊരു തോന്നൽ ആസ് ഓൾ ഓഫ് യു ക്രിയേറ്റേഴ്സ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ വരാറുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ MA തിയേറ്റർ പഠിച്ചത് കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റിയിലാണ്. അവിടുത്തെ എൻ്റെ നാടക മാഷായ രമേശ് വർമ്മ സാറ് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞൊരു വാചകം, എങ്ങനെ നാടകം ചെയ്യണം എന്ന് പഠിപ്പിക്കാനൊന്നും നമുക്ക് പറ്റില്ല, നമ്മൾ ഓൺ ദ ജേണിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. പക്ഷെ എന്തിന് നാടകം ചെയ്യണം എന്നൊരു ഉത്തരം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഒരു പ്ലേ ചെയ്യുന്നതിന് മുമ്പ്. വൈ യു ഷുഡ് ഡു ദാറ്റ് ബിഫോർ ഡൂയിങ് എനി വർക്ക്, വെദർ ഇറ്റ് ഇസ് പ്ലേ ഓർ വെബ് സീരീസ് ഓർ സിനിമ. മൈ ഫസ്റ്റ് ക്വസ്റ്റ്, എൻ്റെ ആദ്യത്തെ അന്വേഷണം ഞാൻ എന്തിനിത് ചെയ്യണം എന്നുള്ളതാണ്. കാരണം യാത്ര വളരെ വലുതാണ്, വർഷങ്ങളെടുക്കും. വീടിൻ്റെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ലിഫ്റ്റ് കാണുന്ന അടുത്ത വീട്ടിലെ ആൾ തൊട്ട് നാട്ടിലുള്ള എല്ലാവരും വരും ചോദിക്കും, ഇപ്പോൾ റിലീസൊന്നും ഇല്ലേ, ഇപ്പോൾ ഒന്നും ഇല്ലേ. നമ്മൾ തളരും, വീഴും. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് വൈ ഐ ആം ഡൂയിങ് ദിസ് എന്നുള്ള ഉത്തരവായിരിക്കും. അപ്പോൾ ആ ക്ലാരിറ്റി ഉണ്ടാവും എന്നത് കുറച്ചുകൂടെ ബിഗറായിട്ടുള്ള ഒരു പേർപ്പസ് നമ്മുടെ കഥയ്ക്ക് ഉണ്ടാവുമ്പോഴാണ്. ബിക്കോസ് ഐ നോ ഫാർമ ഇസ് നോട്ട് ജസ്റ്റ് എ സ്റ്റോറി ഫോർ ടു എൻ്റർടൈൻ. അത് വലിയ ത്രില്ലറല്ല, ഇറ്റ്സ് നോട്ട് എ മെഡിക്കൽ ത്രില്ലർ, ഇറ്റ്സ് നോട്ട് എ മാസ് ഹീറോ മൂവി, ഇറ്റ്സ് ലൈഫ്സ് ഓഫ് ഫ്യൂ പീപ്പിൾ. പക്ഷെ അതിലൂടെ നമ്മളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരം ഉള്ളപ്പോൾ മാത്രമാണ് സത്യത്തിൽ ഞാൻ ഇപ്പോൾ എൻ്റെ തിയേറ്റർ ടീമിൻ്റെ പേര് ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്നാണ്. ഐ ബിലീവ് ജസ്റ്റ് ലൈക്ക് ഡെമോക്രസീസ് 4 pillars, 4 estates, ആർട്ട് ഈസ് എ ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്നുള്ളത്. ഒരു നാടകത്തിൽ ഒരു സർക്കാരിന് അധികാരത്തിൽ എത്തിച്ച സംസ്ഥാനത്താണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ആർട്ടിന് അതിൻ്റേതായ പങ്ക് വഹിക്കാൻ പറ്റും. അതിനകത്ത് ഈ ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഈ വർത്തമാനകാല ഇന്ത്യയിൽ. ഞാനൊരു കവിത കോട്ടിയാണ് നെരൂദയുടെ, നിങ്ങൾ ചോദിക്കുന്നു എന്തുകൊണ്ട് ഞാൻ പുഴകളെയും മലകളെയും കുന്നുകളെയും കുറിച്ച് എഴുതുന്നില്ല. വരൂ, ഈ തെരുവിലെ രക്തം കാണൂ, തെരുവിലെ രക്തം കാണൂ, രക്തം കാണൂ. അങ്ങനെ തെരുവിൽ രക്തമുള്ളപ്പോൾ എങ്ങനെ പുഴകളെയും മലകളെയും കുറിച്ച് എഴുതും? After that articulation, I don't ബേസിക്കലി ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗം, ഐ ആം സമ്മൺ ഹൂ ഇസ് നോട്ട് ടേക്കിംഗ് അപ്പ്, എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സൊക്കെ വളരെ ചെറിയ പർപ്പസ് സെർവ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും. പക്ഷേ ആ പെർട്ടിക്കുലർ പ്രോജക്റ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു വലിയ ചോദ്യം നമുക്ക് മനസ്സിലെപ്പോഴും ഉണ്ടാവും. ഈദർ ഇറ്റ് ഷുഡ് കംഫർട്ട് ദ പീപ്പിൾ ഹു ആർ ഡിസ്റ്റർബ്ഡ്, ലൈക്ക് അഗെയിൻ കോട്ടിങ്, ഈ പറഞ്ഞ പോലെ ആർട്ട് എത്ര കണ്ടും നമുക്ക് ഒരാളെ കംഫർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നുകൊണ്ട് ലോകത്ത് നടക്കുന്ന ഒരു റിയാലിറ്റിയെക്കുറിച്ചും ചിന്തിക്കാതെ അവരവരുടെ മാത്രം കൊക്കൂണിൽ നിൽക്കുന്ന ആൾക്കാർ എങ്ങനെ അവരുടെ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ പറ്റും, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു പർപ്പസ് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റുകളുടെ ഭാഗമാവാൻ ശ്രമിക്കാറുണ്ട്. ബട്ട് അഗെയിൻ ഓൾവേസ് നടക്കാറില്ല. പക്ഷേ അരുൺ എഴുതുന്ന പ്രൊജക്റ്റുകളിൽ എപ്പോഴും ഇപ്പോൾ ഫൈനൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഫാർമയാണെങ്കിലും ഇനി വരാൻ പോകുന്ന വെബ് സീരീസ് ആണെങ്കിലും എല്ലാം ഇത്തരത്തിൽ ചോദ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നേരെ മറിച്ച് വേറെ ചില വർക്കുകൾ കംഫർട്ടിംഗ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തില്ല. ഇപ്പോൾ ജമുന പ്യാരി പോലെയുള്ള വർക്ക് നമുക്ക് കംഫർട്ട് തരുന്ന പ്രൊജക്റ്റുകളാണ് ആസ് എ വ്യൂവറാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത്തരത്തിൽ അത് ജസ്റ്റ് അരുൺ ഇവിടെ ഉള്ളതുകൊണ്ട് ആ പ്രോജക്റ്റ് വെച്ച് കൂട്ടിയത്. അപ്പോൾ ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ ഇത്തരത്തിൽ ഏതിൻ്റെയെങ്കിലും ഒന്നിൻ്റെ ഭാഗമാകാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഇതിലുള്ളത്. I think it was a few years back, maybe it was a very personal growth journey that you're looking at. എനിക്ക് സിനിമ ചെയ്യണം, അയ്യോ എന്താ സിനിമ, എനിക്ക് ഇനിയും സിനിമ ചെയ്യണം, അങ്ങനത്തെ ഒരു ഇത്. പക്ഷേ എഴുത്തിലേക്ക് വന്നതും ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ എഴുത്ത് ഇസ് മോർ, നമ്മുടെ എല്ലാവരുടെയും ഒരു സെൻസ് ഓഫ് പോളിറ്റിക്സ് നമ്മുടെ എഴുത്തിലുണ്ടാവും. അപ്പോൾ ബട്ട് ഐ പ്രിഫർ റൈറ്റിംഗ് light-hearted romance comedy അങ്ങനത്തെ കാര്യങ്ങൾ. I enjoy watching a huge variety of genres. Like Muthu said, I want to be part of projects which have substance. That I think is very important. Other even personal growth ആണെങ്കിലും socially relevant social relevancy പറഞ്ഞപ്പോൾ all of that I feel like കുറച്ചുകൂടെ സബ്സ്റ്റൻസ് ഉള്ള പ്രോജക്ട്സിൻ്റെ ഭാഗമാവുക എന്നുള്ളത് തന്നെയാണ്. സോഷ്യൽ റെലവൻസിൻ്റെ കാര്യം പറയുമ്പോഴേ ഒരാളെ ഹൃദയം നിറയ്ക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു സോഷ്യൽ സർവീസാണ്. ഫോർ എക്സാമ്പിൾ പിയാനിസ്റ്റ് സിനിമയിൽ പിയാനിസ്റ്റ് വിപ്ലവകാരികളോട് പറയുന്നുണ്ട്,
ഇത്രയും വലിയ വേൾഡ് വാർ നടക്കുന്നു, നിങ്ങളൊക്കെ ഭയങ്കര തോക്കെടുത്ത് പോരാടുന്നു, ഐ എം നോട്ട് ഡൂയിങ് എനിത്തിങ്, ഐ എം ജസ്റ്റ് പ്ലേയിങ് പിയാനോ എന്ന് പറയുമ്പോൾ ആ റെവല്യൂഷണറി പിയാനിസ്റ്റിനോട് പറയാണ്, നോ, വിത്ത് യുവർ പിയാനോ യു ആർ ഫില്ലിങ് അവർ ഹാർട്ട്സ് ആൻഡ് ദാറ്റ്സ് വൈ വി ആർ ഏബിൾ ടു ഫൈറ്റ് എന്നുള്ളത്. സോ ദോസ് കോഡ്സ് ആർ പ്ലേയിങ് ദ ബിഗർ റോൾ ദർ. സോ നമ്മൾ സോഷ്യൽ റിലവൻസ് എന്നുള്ളത് സത്യത്തിലൊരു ഒരു 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 സ്ലോഗനിയറിങ്ങോ അല്ലെങ്കിൽ ഒരു ആക്ടിവിസോ ഒന്നും വേണമെന്നില്ല. ഒരു വ്യക്തിയുടെ what I'm ഹൃദയം saying is- നിറയ്ക്കുന്നത് തന്നെ വലിയൊരു സോഷ്യൽ സർവീസ്. Yeah, what I'm saying is even like any genre of film Exactly. can be an impactful, socially impactful film. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശ്രുതി പെൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിലും വളരെ നിലപാടുള്ള ക്യാരക്ടേഴ്സാണ്. ഈവൻ ഉർവശി ചേച്ചി ചെയ്ത ക്യാരക്ടർ, കല്യാണി ചെയ്തിട്ടുള്ള ക്യാരക്ടർ, ഇവൻ തെലുഗു വെബ് സീരീസ് ആണെങ്കിലും ഒക്കെ അവരവരുടെ ചോയ്സുകളെ കുറിച്ച് വളരെ കൃത്യമായി ധാരണയുള്ള, അല്ലാണ്ട് ഒരു പർപ്പസ് ഉള്ള ക്യാരക്ടേഴ്സ് ആണ് അതെല്ലാം തന്നെ. അതന്നെയാ പറഞ്ഞത്. നമ്മുടെ പോളിറ്റിക്സ് ഇൻ സം വേ അത് നമ്മുടെ എഴുത്തിൽ എന്തായാലും വരും. അപ്പോൾ this is something which I wanted to quote earlier because I think before the interview we spoke about it, but I strongly feel it. And this is the third film that both of us are doing together, but this is the first time we are sharing screen space. അപ്പോൾ ഈ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞില്ലേ, so my first film was a film called Nyan. I was very very new to the film industry. ഒന്നും അറിഞ്ഞില്ല. ഈവൻ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഈ സിനിമ കൾച്ചറായിട്ട് ഇങ്ങനെ തിയേറ്ററിൽ പോയി കാണുന്ന വളരെ കുറച്ചായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ സെറ്റിൽ പോയി, I did whatever I acted and then അവിടെ ചിന്നു കുരുവില്ല എന്ന് പറഞ്ഞൊരു ആക്ട്രസ് ഉണ്ടായിരുന്നു. So she was always there, you know, as a support for me. I don't think I've not met her after that, but I would like to thank her for that. പക്ഷേ സിനിമ കണ്ടപ്പോൾ the character that she played, she was playing a very aged character in the film. So I became a fan. Okay, and ഇന്നും after I don't know how many years, when did ഞാൻ many years back, 13 അപ്പോൾ ഇപ്പോഴും if I can recall that character and remember it, I really mean that I was a fan. So അത് അങ്ങനെ no, so I'm talking about characters with substance. ഒന്നും അറിയാത്ത ഒരാൾ സിനിമ കാണുമ്പോൾ and then if they feel that about your character, that is substance. എന്നിട്ട് പ്രേതം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അവിടെയും there was no we didn't share screen space or anything, but whatever work she's done, I closely follow ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കള്ളായിരിക്കാം, but every role has left an impact somewhere. So this is something I wanted to add earlier. I forgot about it. പക്ഷേ ഇപ്പോൾ സബ്സ്റ്റൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് I feel like as a writer, as actors, as people in the creative industry, what you do, everything is so impactful in media. ഒരു ആംപ്ലിഫൈങ് Yeah. effect ഉള്ളതുകൊണ്ട്. So it's a huge responsibility. Yes. And it's a nice responsibility to have. So I hope എൻഗേജസ് വിത്ത് അവർ ഇമോഷൻസ്. അതാണ് ബേസിക്കലി. അത് സന്തോഷമായിരിക്കാം, ഭയമായിരിക്കാം, എന്താ പറയുക, സങ്കടമായിരിക്കാം. വാട്ട് വർക്ക് വി ആർ ഡൂയിങ് ഇസ് ആക്ച്വലി എൻഗേജിങ് വിത്ത് പീപ്പിൾസ് ഇമോഷൻ. ദാറ്റ് മീൻസ് വി ഹാവ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. Thank you so much. It was lovely talking to you guys. Thank you. Same here. ശരിക്കും ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ് ഈ കോമ്പിനേഷൻ. നമ്മുടെ പണ്ട് നമ്മുടെ ഒരു ഷോയില് മുത്തുമണി വന്നിരുന്നല്ലോ, ഹാപ്പിനെസ് പ്രോജക്ട്. So it has eventually happened after 6-7 years and I'm so happy about this day. It's like ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ആണ്. ഞാൻ ഇപ്പോഴാണ് ഒന്ന് but they are all my friends and so happy to have you all here. Thank Same you. here. Thank you. ഭയങ്കര And all the best for your show. Thank you. Thank you so much. Thank you.